ഹലോ ഗൈസ്, നാച്ചുറൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അടിപൊളി പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത് നേരിട്ടങ്ങ് വീട്ടിലോട്ട് പോയാൽ എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരം കൂടിയാണ്. റാഗിപ്പൊടിയൊക്കെ ഉള്ളവർക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. അതിനായിട്ട് ആവശ്യമായ തേങ്ങ ചിരകിയത്, അതുപോലെ തന്നെ ശർക്കര എടുത്തിട്ടുണ്ട്, ചാരപ്പൂവൻ പഴം എടുത്തിട്ടുണ്ട്, ചാരപ്പൂവൻ പഴം, റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്, റാഗിപ്പൊടി, അതിലേക്ക് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് റാഗിപ്പൊടിയൊക്കെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത്, ആവശ്യത്തിനുള്ള ജീരകവും ചേർത്ത് കൊടുത്ത്, ആവശ്യത്തിനുള്ള പാലും ചേർത്ത് കൊടുത്ത്, എല്ലാം ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ പഴമൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുകയാണ്. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളിവിടെ. ഇപ്പോൾ സ്പൂണൊക്കെ ഉപയോഗിച്ച് നല്ലപോലെ നിരടി യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ റാഗിപ്പൊടിയും ശർക്കരയൊക്കെ ഒന്ന് യോജിച്ച് കിട്ടണം. യോജിച്ച് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുള്ളൂ. അടിപൊളി പലഹാരമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ റാഗിപ്പൊടി മിക്ക ആൾക്കാർക്കും കഴിക്കാൻ പറ്റാത്തവർ കാണുമായിരിക്കും, ചിലർക്ക് മടി വരും കഴിക്കാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് മുതൽ ഇവർക്ക് വരെ കഴിക്കാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് നമ്മളുടെ റാഗിപ്പൊടി വെച്ചുകൊണ്ട് പലഹാരം ഉണ്ടാക്കി കാണിക്കുന്നത്. പിന്നെ എല്ലാം ഒന്ന് യോജിപ്പിച്ച് ഇതെല്ലാം നമ്മൾ മിക്സി ജാറിലേക്ക് ആക്കിയിട്ട് അതിലേക്ക് ലേശം പാലൂടെ ഒഴിച്ച് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലേശം പാലൊക്കെ ഒഴിച്ച് കൊടുത്ത് അങ്ങനെ മിക്സിയിൽ ലേശം അരച്ച് എടുക്കുക. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കരയും ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തത്. കുറച്ച് പാൽ മാത്രമേ ചേർത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെയ്യ് തടവി വെച്ച പാത്രമാണ്, ഒരു വട്ടപാത്രത്തിലേക്കാണ് നമ്മളിത് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇത് ഒഴിച്ച് കൊടുക്കാം. വട്ടപ്പാത്രത്തിലാണ് നിങ്ങൾക്കിത് അടച്ചു വെക്കാം. അടച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആവി പുകയൊന്നും അടിക്കത്തില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ ഇത് വെന്ത് കിട്ടും. അതുകൊണ്ട് ഈ വട്ടപ്പാത്രം നമ്മൾ മൂടി അടയ്ക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പാത്രമൊക്കെ അടച്ചു വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ഇത് നേരെ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇഡ്ഡലി പാത്രത്തിലേക്കൊക്കെ വെച്ച് കൊടുക്കുകയാണ്. ഞങ്ങൾക്കൊരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞ് 10-25 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാവുന്നതാണ്. മാക്സിമം 20 മിനിറ്റ് മതി. 20 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആവുന്നതായിരിക്കും. അങ്ങനെ പലഹാരമൊക്കെ റെഡിയായിട്ട് നമ്മൾ തുറന്ന് കാണിക്കുക. അടിപൊളിയായിട്ട് ബന്ധമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കാണിക്കാവുന്നതാണ്. അങ്ങനെ വീഡിയോയിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കാണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമ്മൾ വരുന്നവർക്ക് ബൈ ഗായ്സ്.